പോക്സോ കേസിൽ പ്രതിയായ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് 1 മാസത്തേക്ക് തടഞ്ഞ സുപ്രീം കോടതി. അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് അറസ്റ്റ് തടഞ്ഞ ഉത്തരവ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി കേരള പോലീസിനോട് റിപ്പോർട്ട് തേടി. മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ കൂട്ടിക്കൽ ജയചന്ദ്രൻ നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ നടപടി. മുൻകൂർ ജാമ്യാപേക്ഷ അടുത്ത തവണ പരിഗണിക്കും വരെ അറസ്റ്റ് നടപടികൾ പാടില്ലെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അന്വേഷണവുമായി കൂട്ടിക്കൽ ജയചന്ദ്രൻ സഹകരിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നുമാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന പോലീസ് 1 മാസത്തിനകം മറുപടി നൽകണം. മുൻകൂർ ജാമ്യാപേക്ഷ ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ഫെബ്രുവരി 28-ന് വീണ്ടും പരിഗണിക്കും. കോഴിക്കോട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. പോക്സോ നിയമത്തെ ദുരുപയോഗം ചെയ്ത കേസാണിതെന്നായിരുന്നു കൂട്ടിക്കൽ ജയചന്ദ്രന് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ വാദം. കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് മുൻകൂർ ജാമ്യം തേടി കൂട്ടിക്കൽ ജയചന്ദ്രൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. കസ്റ്റഡിയിലടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. വ്യാജ കേസാണിതെന്നാണ് കൂട്ടിക്കൽ ജയചന്ദ്രന്റെ വാദം. കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുമെന്നായിരുന്നു നേരത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണം. കഴിഞ്ഞ ജൂൺ 8-നാണ് കോഴിക്കോട് കസബ പോലീസ് ജയചന്ദ്രനെ പ്രതിയാക്കി കേസെടുത്തത്. 4 വയസ്സുകാരിയെ നഗരപരിധിയിലെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കൂട്ടിക്കൽ ജയചന്ദ്രനെതിരായ കേസ്. കേസിൽ മുൻകൂർ ജാമ്യം തേടി നൽകിയ അപേക്ഷ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളി. തുടർന്നാണ് അപ്പീലുമായി കൂട്ടിക്കൽ ജയചന്ദ്രൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.